ഹലോ ഗുഡ് മോർഗൻ. അപ്പോൾ ജർമ്മനിയിലെ ഞങ്ങളുടെ മറ്റൊരു അവധി ദിവസം ഒന്ന് കണ്ടാലോ? സാധാരണ ലീവ് കിട്ടിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും വെച്ച് പിടിക്കുകയാണ് പതിവ് കേട്ടോ. പക്ഷേ ഇന്ന് പ്ലാനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഒരിടത്തും പോകാനില്ല, കംപ്ലീറ്റ് റെസ്റ്റ്. രാവിലെ എണ്ണീറ്റ് തന്നെ നല്ല വൈകിയാണ് കേട്ടോ. സമയം ഇപ്പോൾ ശരിക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ നേരത്തൊക്കെ എണ്ണീറ്റ് വന്നാൽ അമ്മമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ലത് കിട്ടിയേനെ അല്ലേ. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എനിക്കിന്ന് ഡ്യൂട്ടിയൊന്നുമില്ല, അതുപോലെ തന്നെ ചേട്ടായിക്ക് ഇന്ന് ജർമ്മൻ ക്ലാസ്സിന് പോകണ്ട, കുട്ടികൾക്ക് സ്കൂളുമില്ല. അപ്പോൾ യാത്ര പോകാൻ പ്ലാനൊക്കെ ഇട്ടിരുന്നെങ്കിലും അതൊക്കെ അങ്ങ് പാളിപ്പോയി. കാരണം ചേട്ടായിക്ക് തിങ്കളാഴ്ച A1-ൻ്റെ എക്സാമാണ്, പിന്നെ ദേവൂട്ടിക്കാണെങ്കിൽ ചെറിയ പനിയും ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അപ്പം ശരി, എന്നാൽ പിന്നെ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാലോ? ഒരു ചായ ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ലേറ്റായിട്ട് എണ്ണീറ്റത് കൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഈ ചപ്പാത്തി നമ്മൾ ഇവിടുന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ വെച്ച് നല്ല പുളിയൊക്കെ ഇട്ട മീൻകറി ഇരിപ്പുണ്ട്. ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഏതൊരു സാധനം കിട്ടിയാലും അതിൻ്റെ കൂടെ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്കായാലും ചേട്ടായിക്കായാലും മീൻകറി കൂട്ടി ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് തീർക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചപ്പാത്തിയും തലേ ദിവസം വെച്ച മീൻകറിയും കൂട്ടി കഴിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ വീട് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞങ്ങൾ എപ്പോഴും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി കേട്ടോ. ഈ 11 വർഷത്തിനിടയിൽ ഞങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒരേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ദേവൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പാവം, അവൾക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഇൻഹൈലർ ഒന്ന് കൊടുക്കണം. ഭാഗ്യത്തിന് നാട്ടിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് ഒരു ഇൻഹൈലർ കൂടെ കരുതിയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉപകാരമായി. അതുപോലെ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കണ്ടപ്പോൾ തന്ന മരുന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ദേവൂട്ടി ശരിക്കും ഒരു അമൂൽ ബേബിയാണ് കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ആയതുകൊണ്ട് തന്നെ സ്നേഹം കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അസുഖം വന്നാൽ പോലും അവൾക്കത് താങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര പുന്നാരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലും ആദ്യത്തെ കുട്ടി ഇതുപോലെ ആയിരിക്കുമല്ലേ. നമ്മളുടെ ഓവർ കെയറിങ് കാരണം അവർ കുറച്ചും കൂടെ ഡിപ്പെൻഡൻ്റ് ആയിപ്പോയോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ പുസ്തകത്തിൽ തന്നെയാണ്, എക്സാം ആയതുകൊണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഇതുപോലെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഫോണിൽ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡ്യൂട്ടിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വന്നതിന് ശേഷമാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് കേട്ടോ, ചേച്ചി വീഡിയോസൊക്കെ നല്ലതാണ്, പക്ഷേ വേണ്ടത്ര വ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. വ്യൂസിന് വേണ്ടിയല്ല, മറിച്ച് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിന്നും എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കണ്ട് വിഷമിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു ടൈപ്പാണ് ഞാൻ. കുഞ്ഞാവ് ഇവിടെ വലിയ കളിയിലാണ് കേട്ടോ. കുട്ടികൾക്ക് പൊതുവെ ഫോൺ കൊടുക്കുന്നതിന് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ ആ ഫോൺ കൊടുക്കുന്നത് മാക്സിമം ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയോ കളിയോ പടം വരയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിട്ടിരിക്കുകയാണ്. ദേവുവിന് പനിയാണെങ്കിലും ദേവുട്ടി എന്തൊക്കെയോ വരച്ചോ എഴുതിയോ ഒക്കെ ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിൻഡർ സിമ്മർ. വളരെ ചെറിയൊരു റൂമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ വളരെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എൻ്റെ ട്രെയിനിങ് ടൈമിൽ എടുത്തൊരു അപ്പാർട്ട്മെൻറ്റാണ്. അന്ന് എന്നെ കൊണ്ട് അത് എടുക്കാനായിട്ടുള്ള ഒരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അവരതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി. അപ്പോൾ നമ്മളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ഞങ്ങൾ മാസം 700 യൂറോയാണ് പേ ചെയ്യുന്നത്. അതായത് നാട്ടിലെ ഒരു 64,000 രൂപയോളം വരും മാസം വാടക ഇതിന്. അതുകൂടാതെ പിന്നെ കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കണം. വാട്ടർ നമ്മൾ അതിന് പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഭിത്തിയിൽ കാണുന്ന പേപ്പറൊക്കെ കണ്ടോ, ഈ വാൾപേപ്പറുകളൊക്കെ ഞാനിവിടെ പോക്കോ എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വീടിൻ്റെ ചെറിയൊരു റിനോവേഷൻ പണികളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഈ പേപ്പറൊക്കെ ഒട്ടിച്ചപ്പോൾ ഈ റൂമിന് നല്ലൊരു ലുക്കായില്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു വാൾപേപ്പറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി നമുക്കൊരു ചെറിയ ഇടനാഴിയുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് നമ്മൾ ഓരോ റൂമിലേക്കും കയറുന്നത്. അപ്പോൾ ഇത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ ഇവിടെ ഭിത്തിയിൽ പലയിടങ്ങളിലായി ഞങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു ലൈറ്റിങ് കൂടി കൊടുത്തിട്ടുണ്ട്.
ആ ഏരിയ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണല്ലേ. ഈ സാധനങ്ങളൊക്കെ ഞാൻ കൂടുതലും ഓൺലൈനായി ടെമുവിൽ നിന്നാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ ചിലർക്കിത് കാണുമ്പോൾ ഒരു അനാവശ്യ ചിലവായൊക്കെ തോന്നും കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാനും സന്തോഷമായി ജീവിക്കാനും വേണ്ടിയല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. എന്തുവാ നമസ്കാരം മതി, നമസ്കാരം പറഞ്ഞെങ്കിൽ നമസ്കാരം പറയണം. മതി മതി മതി, ഇനി മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇപ്പോൾ സമയം 12:30 ആയില്ലേ, അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കണ്ടേ. സത്യം പറഞ്ഞാൽ ഇന്ന് വലിയ പാചകമൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ വെജിറ്റബിൾ റൈസ് ഇരിപ്പുണ്ട്. ജർമ്മനിയിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടെ കഴിക്കാൻ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൽ കണ്ടൊരു വഴുതനങ്ങ റെസിപ്പിയാണിത് കേട്ടോ. കുറച്ച് വഴുതനങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കേടായി പോവും. അപ്പോൾ ഇതാ വഴുതനങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, അതുപോലെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. അപ്പോൾ ഇത് വഴുതനങ്ങയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊന്നും പരീക്ഷിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും ഒരു മൂഡ് വരുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണിത്. എനിക്ക് ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിക്കുന്നത് അത്ര താല്പര്യമുള്ള കാര്യവുമല്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ ഒട്ടും താല്പര്യവുമില്ല. ഇന്ന് ചേട്ടായിക്ക് പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കിച്ചണിൽ കയറിയത്. അപ്പോൾ ചേട്ടായി എന്തെടുക്കുവാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നാച്ചുറൽ എക്സ്പ്രഷൻ കിട്ടാൻ പഠിക്കണേ. ശക്തവും വ്യക്തവുമായി ഞാൻ ഇതിനെ എതിർത്തോ അതുകൊണ്ട് എഴുതി പഠിക്കാൻ കഴിയാത്തതിന് ഒരുത്തൻ ഇതേലും എഴുതി പഠിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ എൻറോൾമെന്റ് പരമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പേപ്പറുകൾ നശിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ഇതിനകത്ത് എഴുതി പഠിക്കും. പിന്നെ ടാബ്ലറ്റ് എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആണല്ലോ. ഇത് 100 മരങ്ങൾ മുറിക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് വീണ്ടും മായ്ക്കും, വീണ്ടും നിന്റെ കൂട്ട് കള്ളത്തരം ഞങ്ങൾ കാണിക്കുന്നില്ല. ഞാനാണ് കറി വെച്ചത്, എന്നിട്ട് എഴുതാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടിരുത്തിയില്ലേ. ഇതെല്ലാത്തിനകത്തും ഒരേപോലെ നടക്കത്തില്ല. ഇത് ഇവിടെ എന്റെ കരങ്ങൾ എല്ലാത്തിനകത്തും കൊണ്ടുകൂടെ. ഇല്ല, പോയി പഠിക്കണം. ഞാൻ കറി പിന്നെ കൊള്ളാമോ പൊന്നെ? കുഞ്ഞിയുടെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നുണ്ടോ അടിപൊളിയായിട്ട്? ഇവിടെ ഒരാൾ അമൂൽ ബേബി ബ്രെഡ് ചിക്കൻ. എന്താ ദേവൂട്ടിക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ.
ഞാൻ ഈ വഴുതനങ്ങ വറക്കുന്നത് കണ്ടപ്പോൾ തന്നെ കശി ഓടി വന്ന് പറഞ്ഞു, അമ്മേ എനിക്കത് തരല്ലോ കേട്ടോ. പക്ഷേ നമ്മുടെ കുഞ്ഞാവ അങ്ങനെയല്ല കേട്ടോ. അവൻ നോൺ വെജ് ആയാലും വെജ് ആയാലും എല്ലാ സാധനവും കിട്ടുന്നത് കഴിക്കും. ഈ വെജിറ്റബിൾ റൈസും ചിക്കൻ കറിയും കൂടെ ഈ വഴുതനങ്ങ വറുത്തതും കൂട്ടി അവൻ നല്ല ഉഷാറായിട്ട് കഴിച്ചു കേട്ടോ. ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് പുറത്തിറങ്ങണം. ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ, കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കണം. ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് ഞാൻ ഓർത്തത്, വണ്ണം കുറയുന്ന സമയത്ത് ഇടാമെന്ന് പറഞ്ഞ് എത്രയോ നാളായി മാറ്റി വെച്ചിരുന്നതാണെന്നറിയാമോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് പാകമായി. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആ ഒരു കൊച്ചു സന്തോഷത്തിൻ്റെ പുറത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. ജർമ്മനിയിൽ കുട്ടികളെ തനിച്ച് വീട്ടിലിരുത്തി പുറത്തു പോകാൻ പാടില്ല കേട്ടോ. അതെല്ലാം ഇവിടെ വലിയ കാര്യമാണ്. അതുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ടാണ് ഇറങ്ങിയത്. ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. ദേവൂട്ടിക്ക് പനിയാണെങ്കിലും അവരെയും കൂട്ടി കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം അസുഖമൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും വീടിനുള്ളിൽ തനിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വലിയ മടുപ്പാണ്. ഇങ്ങനെ പുറത്തിറങ്ങി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നല്ലതാണ്. വഴിയോരത്തൂടി നടക്കുമ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. വെള്ളയും പിങ്കും നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ജർമ്മനിയിൽ മാർച്ച് മാസത്തിൽ സ്പ്രിങ്ങിൻ്റെ തുടക്കമാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ആദ്യം വിരിയുന്ന പൂക്കളാണിവ. ഇവ മിക്കവാറും ചെറി ബ്ലോസം ആയിരിക്കും. ആ പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇതാ മറ്റൊരു കാഴ്ച കൂടി. ജർമ്മനിയിലെ തെരുവുകൾ ഇത്ര വൃത്തിയായി ഇരിക്കുന്നതിൻ്റെ രഹസ്യം ഇങ്ങനെയുള്ള വണ്ടികളാണ് കേട്ടോ. കുറച്ച് നേരം നടന്നപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടിക്ക് ക്ഷീണമായി കേട്ടോ. അമ്മ എനിക്കിനി നടക്കാൻ വയ്യ, നമുക്ക് വണ്ടി പിടിച്ച് പോകാമെന്നായി കക്ഷി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഒരു 10 മിനിറ്റ് ദൂരമേ നടന്നിട്ടുള്ളൂ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഞങ്ങളുടെ വീടായി. പക്ഷേ പനി ഉള്ളതുകൊണ്ട് അവൾക്ക് പൊതുവെ നടക്കാൻ മടിയുള്ളതുകൊണ്ടും എന്നാൽ പിന്നെ വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ, സന്ധ്യാസമയം. അപ്പോൾ വിളക്ക് കത്തിക്കണ്ടേ. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും വൈകുന്നേരം ഈ ഒരു സമയം മാറ്റി വെക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. നാട്ടിലെ ആ പഴയ സന്ധ്യാനേരങ്ങൾ ഓർമ്മിപ്പിക്കും ഈ ഒരു വിളക്ക് കൊളുത്തൽ. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ റൂമിൽ ഈ വിളക്ക് തെളിയുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ അടുത്തുള്ള ആ ഒരു കൃഷ്ണൻ്റെ പടം കണ്ടോ, അത് ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമായോ? എനിക്കിങ്ങനെ ചെറിയ ചില കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പടം വരയ്ക്കുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവസാനമായി വരച്ചതാണ്. ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ, എന്തൊക്കെയോ നോക്കി ഇങ്ങനെയൊക്കെ വരച്ച് വെക്കും. ഇവിടെ വരുന്ന ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, അകത്തേക്ക് കയറിയാൽ നാട്ടിൽ ഒരു വീട് പോലെ തന്നെയാണല്ലോ എന്ന്. മെയിനായിട്ടും ഈ ദൈവങ്ങളുടെ ഫോട്ടോയും ആ ഒരു അന്തരീക്ഷവും കണ്ടിട്ടാവാം അവർ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ദേവൂട്ടിക്കാണെങ്കിൽ വൈകിട്ട് ചോറിൻ്റെ കൂടെ മുട്ട വേണമെന്ന് ഭയങ്കര നിർബന്ധം. സാധാരണ നമ്മളുണ്ടാക്കുന്ന കറികളൊന്നും അവൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഓരോ ഡിമാൻഡായിരിക്കും. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, എപ്പോഴും നടക്കാറില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് ചെറിയൊരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് വായിക്ക് തീരെ രുചിയുമില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി അവളുടെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഇതുവരെ കാണിക്കാത്തൊരിടമാണ് ഞങ്ങളുടെ ബെഡ്റൂം. വലിയ ആഡംബരമൊന്നുമില്ല കേട്ടോ, എന്നാലും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ റൂം ഒരു സ്പെഷ്യൽ സ്ഥലമാണല്ലേ. റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ടേബിളാണ് കേട്ടോ. ഇവിടെ ഇരുന്നാണ് ഞാൻ സ്ഥിരമായി പഠിക്കാറുള്ളത്. ഇപ്പോൾ എനിക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് ചേട്ടായാണ് ഈ സ്ഥലത്ത് സ്ഥിരമായി ഇരിക്കാറ്. പിന്നെ ഈ മേശയുടെ മൂലയിൽ ഇരിക്കുന്ന ഈ ഒരു ഫാൻ കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല വലിയ ഫാൻ ആയിരിക്കും എന്നൊക്കെ കരുതി ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ വന്നപ്പോൾ ഒരു കുഞ്ഞൻ ഫാൻ, എങ്കിലും സംഭവം കൊള്ളാം കേട്ടോ. പിന്നെ ഈ ഒരു ഭിത്തിയിൽ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആ കാണുന്ന വലിയ ഫോട്ടോ ഇല്ലേ, അത് ഞാൻ ചേട്ടായിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ.
എൻ്റെ റൂമിൽ അവിടെയും ഇവിടെയുമായിട്ട് ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കാണാം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ വെറുതെ പൈസ കളയാനുള്ള പരിപാടിയാണെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എൻ്റെ ഈ റൂമിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യത്തിൽ നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ജോലിക്കൊക്കെ പോകുന്നത്? നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ച് പൈസ സേവ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അനാവശ്യമായി പൈസ ദൂർത്തടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മക്കളുടെ പഠനത്തിനും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ പൈസ മാറ്റി വെക്കണം, സംശയമില്ല. പക്ഷെ കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടിയും കുറച്ചെങ്കിലും മാറ്റി വെക്കണ്ടേ? എങ്കിലല്ലേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. പലപ്പോഴും ആഗ്രഹങ്ങൾ ഓരോ സമയത്തും ഉണ്ടാകുന്നതാണ്. പണ്ട് ഉത്സവപ്പറമ്പിൽ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് കൊതിയായിരുന്നു. അന്ന് അത് വാങ്ങാൻ സാഹചര്യമില്ലായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകാം, പക്ഷേ ആ കളിപ്പാട്ടങ്ങളോട് ഇന്ന് നമുക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. നമ്മുടെ ഒരു രീതി അനുസരിച്ച് ചെറുപ്പത്തിൽ സാഹചര്യം കൊണ്ടൊന്നും നടക്കാറില്ല. വലുതാകുമ്പോൾ കയ്യിൽ പൈസ വരുമെങ്കിലും മക്കളുടെ ഭാവിക്കെന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ച് നമ്മുടെ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാതെ അങ്ങനെ അങ്ങ് ജീവിതം തീർക്കും. സത്യത്തിൽ ഈ ചിന്താഗതികളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയും ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിനിടയിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പ്രായമാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്തിരിക്കാൻ നല്ലൊരു ഓർമ്മ പോലും ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ചേട്ടായി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞേ. ഗുഡ് നൈറ്റ്.